ഇതാ പൊന്നാനി നഗരസഭ മലപ്പുറത്ത് LDF അവിടെ ലീഡ്. LDF ഭരിക്കുന്ന നഗരസഭയാണ്. അവിടെ ആ രീതിയിൽ അവർക്ക് ലീഡ് ലഭിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ. അതുപോലെ കൊടുവള്ളി നഗരസഭയിൽ ലീഗ് വിമതനെ ചോറോട് പഞ്ചായത്ത് RMPയുടെ സിറ്റിംഗ് സീറ്റ് LDF പിടിച്ചെടുത്തു. 24 വോട്ടിന് LDF സ്ഥാനാർത്ഥി ബീന വിജയിച്ചു എന്ന വാർത്തയാണ്. 4ാം വാർഡ് അത് RMPയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. LDF പിടിച്ചെടുത്തു. RMPക്ക് പ്രഹരമാകുന്ന ഒരു വിവരം. അതുപോലെ സ്വാലിഹ് പറയുന്നു, കൊണ്ടോട്ടി നഗരസഭയിൽ 2ാം വാർഡിൽ പനയമ്പറമ്പിൽ UDFന്റെ വിമത സ്ഥാനാർത്ഥി ലീഗിൽ നിന്നുള്ള മുഹമ്മദ് ഖാലിദ് വിജയിച്ചു എന്ന വിവരമാണ്. ഇനി നമുക്ക് ജില്ലാ പഞ്ചായത്തുകൾ നോക്കാം. തിരുവനന്തപുരത്ത് 4 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ തിരുവനന്തപുരത്ത് LDF ലീഡ് ചെയ്യുന്നു. UDF ഒരിടത്തും മാത്രമായി. നേരത്തെ വെങ്ങാനൂരൊക്കെ ഉണ്ടായിരുന്നു, അത് പോയി. പകരം അത് മണമ്പൂരായി മാറിയിരിക്കുന്നു. ഇപ്പോൾ NDA വെങ്ങാനൂരിൽ ലീഡ് ചെയ്യുന്നു. LDF ലീഡ് ചെയ്യുന്നത് ചിറയൻകീഴ്, കുന്നത്തുകാല്, വെള്ളറട, കല്ലറ എന്നിവയാണ്. അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞ പോലെ വിജിൽ മോഹൻ തോറ്റു എന്ന വിവരം. യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ തോറ്റു. ശ്രീകണ്ഠാപുരം നഗരസഭ ഇളരഞ്ഞി വാർഡിൽ നിന്നാണ് തോറ്റത്. LDF സ്ഥാനാർത്ഥി സുരേഷ് ബാബു വിജയിച്ചു. പൊന്നാനി നഗരസഭയിൽ നേരത്തെ മനു പറഞ്ഞതുപോലെ LDF ലീഡ് ചെയ്യുന്നുവെന്ന പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. തിരുവനന്തപുരത്തേക്ക് വന്നാൽ 4 കോർപ്പറേഷനുകളിൽ പൊതുവിൽ നോക്കിയാൽ 4 കോർപ്പറേഷനുകളിൽ പക്ഷേ ആ കണക്ക് ശരിയാവില്ല. നമുക്ക് നോക്കാം. നൃപൻ പറയുന്നത് LDF 13, NDA 14. ഒപ്പത്തിനൊപ്പം തിരുവനന്തപുരം കോർപ്പറേഷനാണ് പറയുന്നത്. LDF 13 ലീഡ് ചെയ്യുന്നു, NDA 14 ലീഡ് ചെയ്യുന്നു. UDF 6 ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ 4 ആയിരുന്നു, അത് 6 ആയിട്ടുണ്ട്. നേരിയ ഭൂരിപക്ഷം മാത്രമേ ഉള്ളൂ UDFന്റെ മണ്ഡലങ്ങളിൽ. ചെറിയ ലീഡ് മാത്രമേ ഉള്ളൂ. മറിയാം എന്നാണ് അതിന്റെ സൂചന. UDF ലീഡ് ചെയ്യുന്ന വാർഡുകളിൽ ചെറിയ ലീഡ് മാത്രം എന്ന വിവരം കൂടി ഇപ്പോൾ കൗണ്ടിംഗ് സെന്ററുകളിൽ നിന്ന് വരുന്നു. പട്ടം വാർഡിൽ UDF ലീഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. കണ്ണൂർ കോർപ്പറേഷനിൽ ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നു എന്നതുകൊണ്ട്. നേരത്തെ LDFന് തുടക്കത്തിൽ ലീഡ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ UDF ഭരിക്കുന്ന കോർപ്പറേഷനാണ്. ലീഗിന് നല്ല സ്വാധീനമുള്ള UDFിൽ തന്നെ ലീഗിന് നല്ല സ്വാധീനമുള്ള ഒരു കോർപ്പറേഷൻ. അത് കോൺഗ്രസിന് അവിടെ ഒരു ഗുണകരമായ സാധ്യതയാണ്. ലീഗിനും കൂടി സ്വാധീനമുള്ള മേഖലകൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഏതായാലും കോട്ടയത്തേക്ക് പോയാൽ പനച്ചിക്കാട് പഞ്ചായത്തിൽ സരിത കൃഷ്ണൻ വിജയിച്ചു എന്നുള്ളതാണ്. ഇതിന് പ്രത്യേകതയുണ്ട്. കോട്ടയം പ്രസ് ക്ലബിന്റെ ട്രഷററും മുൻ ജോയിന്റ് സെക്രട്ടറിയുമാണ്. ജനയുഗം കോട്ടയം സ്ഥാനാർത്ഥിയാണ്, ബ്യൂറോ ചീഫാണ് നിലവിൽ. അതാണ് സരിത കൃഷ്ണൻ. വാർഡ് 12. യെസ്.